അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന അച്ഛൻ്റെ നർമ്മമാണ്. കാരണം വെച്ചാൽ എല്ലാത്തിനെയും അതിൻ്റേതായ തന്മയത്വത്തോടെ അതിൻ്റെ രസികത്വത്തോടെ കാണാൻ കഴിവുന്ന ഒരു വ്യക്തി. എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു നർമ്മത്തിൽ കിടന്ന് കളിച്ചു തുടങ്ങിയത്? കുട്ടിക്കാലം മുതൽ എനിക്ക് ഫലിതം ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ അടൂർ ഫാസിയുടെയും ബഹദൂറിൻ്റെയും സിനിമകൾ, അന്നത്തെ കാലത്തെ ഫലിത രാജാക്കന്മാർ അങ്ങനെയൊക്കെ കാണുമായിരുന്നു. പിന്നീട് കഥാപ്രസംഗം കേൾക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. കഥാപ്രസംഗത്തിലുണ്ടല്ലോ ഒരുപാട് ഫലിതങ്ങൾ. അത് ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കഥാപ്രസംഗത്തിൽ സ്ഥിരമുണ്ട്. സമ്മാനം ഒത്തിരി മേടിക്കുമായിരുന്നു. പഴയ കഥാപ്രസംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ചിലതൊക്കെ നമ്മുടെ ശാംബശിവൻ പറയുന്നത്, പിന്നെ കുണ്ടറ സോമൻ, അതിൻ്റെ ഡയലോഗ് വല്ലതും മനസ്സിലുണ്ടോ? അങ്ങനെ ഓർമ്മയില്ലെങ്കിലും ആ കൂടുതൽ അവർ പറഞ്ഞു പോകുന്ന ഫലിത രീതികളും അവതരണ ശൈലിയുണ്ടല്ലോ, അപ്പം അതിലുള്ള ഒരു ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ്. അതെ, അത് ഞാൻ പ്രസംഗത്തിലും അങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഒരു 2-3 മണിക്കൂർ കഥാപ്രസംഗം പോകുന്ന അറിയുകയല്ലോ. അതുപോലെ പ്രസംഗമാണെങ്കിലും 2-3 മണിക്കൂർ ആൾക്കാരെ ഒരുപോലെ അങ്ങ് ഇരുത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ പുളിയിലെ തേങ്ങാപ്പീര പോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫലിതം, അപ്പം അത് ആകർഷകമായിട്ട് തോന്നി. അതിൻ്റെ അംഗീകാരം മലയാളി സമൂഹം തന്നു. പിന്നെ ഞാൻ അച്ഛനെ നേരിട്ട് കാണുന്നുണ്ട്. കാരണം അച്ഛനെ ടെലിവിഷനിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നേരിട്ട് കാണുമ്പോൾ അച്ഛൻ വളരെ സുമുഖനായി കാണപ്പെടുന്നു. ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. താങ്ക് യു. അതെ, ടെലിവിഷന് ആവാഹിക്കാൻ കഴിയാത്ത സൗന്ദര്യം എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുള്ളൊരു സന്തോഷമുണ്ട്. തമാശകൾ പലരും പറയാറുണ്ട്, അവർ പറഞ്ഞാൽ ശരിയാകാത്ത തമാശകൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അച്ഛൻ നല്ല ശരിക്ക് അതിനെ ഇങ്ങോട്ട് ഒന്ന് പെരട്ടിയെടുത്തിട്ട് നന്നായിട്ട് തരുമെന്ന്. അങ്ങനെ പലരും അച്ഛന് തമാശകൾ അയച്ചു തരാറുണ്ടോ? ഉണ്ട്, അയച്ചു തരും കേട്ടോ. പല കൂട്ടുകാരൊക്കെ ചില ഫലിതങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരയച്ചു തരും. അപ്പോൾ അത് ഞാനിത് പറയുമ്പം അല്പം കൂടെ ഒന്ന് പൊലിക്കും എന്നും പറഞ്ഞു അങ്ങനെ തരുന്നവരുണ്ട്. പിന്നെ ചില ആൾക്കാർ തന്നെ ധ്യാനങ്ങളിലൊക്കെ കൂടിയിട്ട് അവർക്കറിയാവുന്നിരുന്ന് പറഞ്ഞു തരും, ഇത് അച്ഛനെ കൂട്ടിച്ചേർക്കാം. അപ്പം അതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. പിന്നെ ഞാനത് എൻ്റേതായ ഭാവനയിലൊന്ന് അല്പം ഒന്ന് പൊലിപ്പിക്കും, ഒന്ന് ഇംപ്രവൈസ് ചെയ്യും, ഒന്ന് അതിനൊന്ന് മാറ്റം വരുത്തിയിട്ട് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അല്ലേ. അതാണ് ഫലിതം എപ്പോഴും നമ്മൾ ആ കോണ്ടസ്റ്റിലെ ക്ലിക്ക് ചെയ്യുള്ളൂ. ഫലിതമായിട്ട് തന്നെ പറയുമ്പോൾ അതങ്ങോട്ട് ശരിയാവുകയാണ്. അത് ആ ടൈമിംഗ് ആണ് പ്രധാനം. ടൈമിങ്ങും അതിൻ്റെ ഒക്കേഷൻ, അതെ, അതല്ലെങ്കിൽ അത് പാളിപ്പോവും. തന്നെയല്ല ഗ്രൂപ്പിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി വരണേ. നമ്മൾ ഓർമ്മയെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഗ്രൂപ്പിനോട് പറയുമ്പം അവരുടെ ചിരിയും പ്രതികരണവും കാണുമ്പോൾ അറിയാതെ നമുക്ക് കയറി വരും. അല്ലെങ്കിൽ പറഞ്ഞാൽ ട്രൈ ആയിട്ടും അത് ചില സദസ്സ് വളരെ നിർവീര്യമാണ്, ഇങ്ങോട്ടൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അച്ഛനുണ്ടായിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ഗ്രൂപ്പിൽ തോന്നും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരും. എന്നാലും ചില കയ്യിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് മസിലൊക്കെ പിടിച്ചിരിക്കും അല്ലേ. അവരുടെ മസിലെടുക്കാനുള്ള ഒരു തന്ത്രം അച്ഛൻ്റെ കയ്യിലുണ്ട്. അത് പറഞ്ഞു വരും. പറഞ്ഞു വരും.